എന്തെല്ലാം കണ്ടാലും കേട്ടാലും ഒരു ദിവസം കഴിഞ്ഞു പോകാൻ പറ്റും. മുഖ്യമന്ത്രി കസേരയ്ക്കായി വടംവലി മുറുകുമ്പോൾ തമ്മിലടിയും ഫ്ലെക്സും മുതൽ തുലാഭാരം വരെ നടത്തി അവകാശരാകുന്നു നേതാക്കൾ. ഇവർക്കൊക്കെ വോട്ട് ചെയ്ത ജനം കാർക്കിച്ച് തുപ്പുന്ന നിലയിൽ വരെ എത്തി. എന്നിട്ടും ആരും പിന്മാറാൻ തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, വിരലെണ്ണാവുന്ന ദിവസം. അപ്പോഴാണ് മുഖ്യമന്ത്രി പദത്തിനായി ആ കസേരയ്ക്കായി പരസ്യമായി ചരടുവലികൾ മുറുക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പോരാഞ്ഞ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഇവരെ മൂന്നുപേരെയും മുൻനിർത്തിയാണ് ഈ ചർച്ചകളെല്ലാം ചൂടുപിടിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലായിരുന്നു നേരത്തെ പോരാട്ടം. ഇപ്പോൾ അത് പരസ്യമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുക, ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഒക്കെ ആയിട്ട്. ചർച്ചകൾ പരിധി വിടുന്നുവെന്നാണ് ഹൈക്കമാൻഡിൻ്റെ ഒരു വിലയിരുത്തൽ. വിഷയത്തിൽ രാഹുൽ ഗാന്ധി കർശന നിലപാട് സ്വീകരിച്ചിട്ടും ഹൈക്കമാൻഡ് ശക്തമായ താക്കീത് നൽകിയിട്ടും വിവാദങ്ങൾക്ക് ഒട്ടും ശമനമില്ല. സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ കർശനമായി നിയന്ത്രിക്കാൻ KPCCക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു. യോഗ്യത സംബന്ധിച്ച് നേതാക്കളുടെ അവകാശവാദവും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള അണികളുടെ പോർവിളികളും ഇതൊക്കെ അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിട്ടും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും വേണ്ടി ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും മാറി മാറി പ്രത്യക്ഷപ്പെടുകയാണ്. ഇതിനിടെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലയിലെ ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ കളഭം കൊണ്ടുള്ള തുലാഭാരം നടത്തിയ ചീട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് തൃശൂർ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CM അനിൽകുമാറാണ് KCയുടെ ജന്മനക്ഷത്ര ദിനമായ രോഹിണി നാളിൽ വഴിപാട് നേർന്നത്. ഈ ക്ഷേത്രത്തിലെ കൈപ്പത്തി പ്രതിഷ്ഠയിൽ നിന്നുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിഹ്നമായ കൈപ്പത്തി അത് തിരഞ്ഞെടുത്തതെന്നും പറയപ്പെടുന്നു. ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടത്രേ. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് തനിക്ക് താല്പര്യമില്ലെന്നാണ് KC വേണുഗോപാലിൻ്റെ നിലപാട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ മൗനം പാലിക്കുന്നു. പക്ഷേ 3 പേർക്ക് വേണ്ടിയും PR വർക്കുകൾ നടക്കുന്നുണ്ട്. അത് ചില്ലറയൊന്നുമല്ല, ലക്ഷങ്ങളുടെ PR വർക്കാണ്. ഇവരുടെ ബിനാമികളാണ് PR വർക്കുകൾ വിവിധ ഏജൻസികൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ ചില മാധ്യമപ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറെ രസകരം. അവർ വർക്കെടുത്ത് പലരെയും കൊണ്ടും ചെയ്യിക്കുന്നു. ലക്ഷങ്ങളല്ലേ കൈ കിട്ടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കളെ അനുകൂലിച്ചിരുന്ന പോസ്റ്റുകൾക്ക് താഴെ വ്യക്തിപരമായ വിമർശനങ്ങൾ അത് വർദ്ധിച്ചതിന് പിന്നാലെയാണ് പൊതുജന മധ്യത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ UDF ജയിക്കും, വി.ഡി. സതീശൻ നയിക്കുമെന്ന ഫ്ലെക്സ് ബോർഡ് ഉയർന്നപ്പോൾ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ PR വർക്കിൻ്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയെ താറടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള സതീശൻ്റെ വ്യാമോഹം വിലപ്പോകില്ലെന്ന തരത്തിലായിരുന്നു ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രി ചർച്ചകൾ വേണ്ടെന്ന KPCCയുടെ നിർദ്ദേശം അവഗണിച്ചാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചർച്ചകൾ നടത്തുന്നത്. ഫലം വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നതിൽ മുന്നണിയിലെ പ്രധാന കക്ഷിയായ ലീഗ് അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തിയിരുന്നു. ലീഗ് മാത്രമല്ല, മറ്റ് ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. അവരും പരസ്യമായി പറഞ്ഞില്ലെങ്കിലും രഹസ്യമായി നേതാക്കന്മാരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ 4-ാം തീയതി ഫലം മറിച്ചാണെങ്കിലോ തലയിൽ മുണ്ടും ഇട്ടുകൊണ്ട് ഓടേണ്ട ഗതി വരും. ഈ കണക്കിനാണെങ്കിൽ അങ്ങനെയും പ്രതീക്ഷിക്കാം.